മലയുടെ മുകളിൽ അവൻ കയറിയത് അവരെ വിളിക്കാനാണ്. വിളിച്ചപ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം എന്തെന്ന് വ്യക്തമാക്കുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാൻ അയക്കുവാനും പിശാചുക്കളെ പുറത്താക്കുവാനും. അവൻ പീഡാനുഭവത്തിൻ്റെ തലേ രാത്രിയിൽ അവരോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. യോഹന്നാൻ 16:23. നമ്മൾ പിതാവിനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കണം എന്ന് അവിടുന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ നമുക്കത് ലഭിക്കണമെങ്കിൽ നമ്മളിൽ എന്തെല്ലാം വേണം? അവനോടുകൂടി ആയിരിക്കണം. അവൻ്റെ വചനം അത് ഏറ്റുപറയുന്നത് നമ്മൾ ലജ്ജിക്കരുത്. അതുപോലെ തന്നെ നാരകീയ ശക്തികളിൽ നിന്ന് ഈ ലോകത്തെ രക്ഷിപ്പാനായിട്ട് ദൈവത്തോട് ഒട്ടുനിന്ന് ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കണം. ഒരുപറ്റം ആളുകൾ മുറിവേറ്റവരും നഗ്നരുമായിട്ട് ഓടിപ്പോവുകയാണ്. അവർക്ക് പിന്നാലെ ഒരു മനുഷ്യൻ ആക്രമണോത്സുകതയോടെ ഓടി വരികയാണ്. വഴിയോരത്തുള്ളവർ ചോദിക്കുന്നു, യഹൂദരുടെ പ്രധാന പുരോഹിതനായ സ്കേവായുടെ പുത്രന്മാർ എന്തിനാണ് നഗ്നരായി ഓടുന്നത്? സംഭവമെല്ലാം കണ്ടിരുന്ന ഒരാൾ മറുപടി പറഞ്ഞു, ചങ്ങാതി, ഇത്രയും ആളുകൾ ഒരുവനെ പേടിച്ചോടുകയാണ്. അയാൾ പിശാച് ബാധിതനാണ്. പ്രധാന പുരോഹിതനായിട്ടും എന്തുകൊണ്ട് പിശാച് ആക്രമിച്ചു? ഒരു ചോദ്യം അവരുടെ ഹൃദയത്തിൽ ഉയർന്നു. ദൈവത്തിനു വേണ്ടി നിലപാടുകൾ എടുത്തവരെയും കാര്യസാധ്യത്തിനായ നിലപാടുകൾ എടുക്കുന്നവരെയും ദൈവത്തിന് കൃത്യമായിട്ടറിയാം, പിശാചിനും കൃത്യമായിട്ടറിയാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:13 പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു തുടങ്ങി. യഹൂദരുടെ പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തു. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവശ്യത്തിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴടക്കി. തുടർന്നാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും അരങ്ങേറുന്നത്. ഒരു വ്യക്തിയിലെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് പിശാചിൻ്റെ ശക്തിയെ എതിർക്കുന്ന ആയുധം. യേശുക്രിസ്തുവിൻ്റെ നാമം അത് സ്കേവായുടെ പുത്രന്മാർ ഉപയോഗിച്ച് പരാജിതരായത് ക്രിസ്തു സ്നേഹത്തിൻ്റെ ബലമില്ലാത്ത പ്രഹസനങ്ങൾക്കായി നിലപാടുകൾ എടുത്തതിനാലാണ്. നുണയുടെ പിതാവായ സാത്താൻ കെണികളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ ആ സാത്താൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ നമുക്ക് മുമ്പിൽ വചനങ്ങളുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതും മജ്ജയിലും മാംസത്തിലും കടന്നു പോകുന്നതും നമുക്ക് ദിശാബോധം നൽകുന്നതും നമ്മൾ എങ്ങോട്ട് ചരിക്കണമെന്നും വ്യക്തമാക്കുന്നതാണ്. നുണയുടെ പിതാവായ പിശാചിൻ്റെ വേഷപ്പകർച്ചകളെപ്പറ്റി വ്യക്തമായിട്ട് 2 കൊറിന്തോസ് 11:14 പറയുന്നുണ്ട്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു നിന്ന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് രണ്ടിനും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ അതിൽ വീഴണം എന്നില്ല. വേദോത്സവത്തിൽ അന്തിമവിധിയുടെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട്, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ തെരുവിൽ പ്രസംഗിച്ചില്ലേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം ചെയ്തില്ലേ? കർത്താവ് ദിനം പറയുന്നൊരു വാക്കുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് ദൂരെ പോകൂ എന്ന് പറയുന്നുണ്ട്. ദൈവത്തിനോട് സ്നേഹിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തിൽ അനീതി ഉണ്ടാകില്ല, കരുണയുണ്ടായിരിക്കും, സ്നേഹമുണ്ടായിരിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അത്രയും നിറഞ്ഞ് നിൽക്കും. വേഷം കെട്ടലുകൾ ദൈവത്തിനും അറിയാം, പിശാചിനും അറിയാം. ഇന്ന് വേഷം കെട്ടലുകളുടെയും വേഷപ്പകർച്ചകളുടെയും ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വാക്കിൻ്റെ നേരെ പ്രവൃത്തിയുടെ നേരെ ഇത് രണ്ടും കൂടെ സമഞ്ജസമായിട്ട് മേളിക്കുന്നില്ല. വാക്ക് ഒന്ന്, പ്രവൃത്തി ഒന്ന്, ഈ രീതിയിൽ പോവുകയാണ്. ആത്മീയ തലത്തിൽ വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് പാവപ്പെട്ട മനുഷ്യരെ, ചുങ്കക്കാരനെയോ പാവനിയായ സ്ത്രീയെയോ ഗണികളെയോ ആരെയും വിധിക്കുന്നില്ല. ഒരൊറ്റ കൂട്ടരെയാണ് കർത്താവ് എപ്പോഴും വിമർശിക്കുന്നത്. അത് ഫരിസേയരെയാണ്. ഹിപ്പോക്രിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫരിസേയരുടെ ആ കാപട്യത്തെയാണ് കർത്താവ് ഏറെ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്കൊരു കാപട്യ ഭാവമല്ല വേണ്ടത്. ദൈവത്തോടും മനുഷ്യനോടും നമുക്ക് ഒരു തുറന്ന മനോഭാവം, ദൈവാശ്രയബോധമുള്ള ഒരു മനോഭാവം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ്ലീഹ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ തരുന്നത് 2 കൊറിന്തോസ് 11 23 വചനം മുതലാണ്. ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ദാസനാണ്, അവരേക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറേ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു,
ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രി ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണങ്ങളിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? നോക്കുക, ഈ വാക്കുകളുടെ മുമ്പിൽ നമ്മളൊക്കെ വിറച്ചു പോകുന്നതും നമ്മൾ വലിയ വേദനയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. കർത്താവേ, ഇതുപോലെയുള്ള ആത്മീയമായിട്ട് ദൈവത്തോട് ചേർന്ന് ഒട്ടി നിന്ന മനുഷ്യരുടെ മുമ്പിൽ ഞങ്ങളുടെ ശുശ്രൂഷകൾ എത്ര ദുർബലമാണെന്ന് തിരിച്ചറിയാൻ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൽ ഇതിൻ്റെ ശക്തിയെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ശക്തരായിട്ട് മാറുന്നത്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നമ്മളോട് ചേർന്ന് നിൽക്കുമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹം ദൈവമേ തരണമേ. ലോകത്തിൻ്റെ ബഹളങ്ങളല്ല, ആരാധനയുടെ പേരിലുള്ള കോപ്രായങ്ങളല്ല, മറിച്ച് എൻ്റെ ദൈവത്തോട് ഉള്ളുതൊട്ട് ചേർന്ന് വിശുദ്ധിയെ തികച്ച് ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് നമ്മൾ ചോദിക്കുന്നതെന്ന് ലഭിക്കാൻ നമുക്ക് തീഷ്ണതയും മാന്യം കൂടാതെ ക്രിസ്തുവിനായി ജ്വലിക്കുന്ന അനുഗ്രഹം ലഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ദൈവത്തിന് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഉള്ളു തുറന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ ഞങ്ങൾക്ക് വേണ്ടി 3 നാളുകൾ പിടഞ്ഞു മരിച്ച ദിവ്യരക്ഷകനെ പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാനും ആ വചനത്തിൻ്റെ ആ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനും ഞങ്ങളുടെ പ്രകാശം അന്ധകാരമാകാതിരിക്കാനും ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ആത്മാവിൻ്റെ ശക്തിയായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ.